നിങ്ങൾ പ്രേതകഥകൾ കേട്ടു കാണും. ഹോളിവുഡ് സിനിമയിൽ ചോര മരവിപ്പിക്കുന്ന സൈക്കോ കില്ലർമാരെ കണ്ടു കാണും. റഷ്യൻ സ്ലീപ്പ് എക്സ്പെരിമെൻ്റ് പോലുള്ള കഥകളും വായിച്ചു കാണും. അതെല്ലാം വെറും കഥകളാണ്, മനുഷ്യൻ്റെ ഭാവനയിൽ വിരിഞ്ഞ നുണകൾ. എന്നാൽ സത്യം ഭാവനയേക്കാൾ ഭീകരമാണ്. ചരിത്രത്തിൽ ഒരിടത്ത് ഒരു കൂട്ടം മനുഷ്യരെ മനുഷ്യരായി പോലും കണ്ടിരുന്നില്ല. അവർ അവരെ വിളിച്ചത് മരത്തടികൾ അഥവാ മറൂട്ട എന്നായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയം ജപ്പാന്റെ അധീനതയിലുള്ള ചൈനയിലെ മഞ്ഞുമൂടിയൊരു പ്രദേശം. അവിടെ പുറം ലോകം അറിയാതെ വലിയൊരു ഫാക്ടറി പ്രവർത്തിച്ചിരുന്നു. മരം വെട്ടുന്ന ഫാക്ടറി എന്നായിരുന്നു അതിൻ്റെ ബോർഡ്. പക്ഷെ അവിടെ മുറിച്ചിരുന്നത് മരങ്ങളായിരുന്നില്ല, ജീവനുള്ള മനുഷ്യരെയായിരുന്നു. മരവിപ്പിക്കുന്ന തണുപ്പിൽ അണുവിമുക്തമാക്കാത്ത മുറികളിൽ മയക്കുമരുന്ന് പോലും നൽകാതെ പിഞ്ചു കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും വരെ കീറി മുറിച്ച ക്രൂരത. അതാണ് യൂണിറ്റ് 731. ഇന്ന് ടോക്ക് ഇലക്ട്രോണിക്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ വിഷയത്തെ പറ്റിയാണ്. മറക്കപ്പെട്ട അല്ലെങ്കിൽ മനഃപൂർവ്വം മറച്ചു വെക്കപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യരുടെ നിലവിളിയാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ക്രൂരതയ്ക്ക് പിന്നീട് തലച്ചോറുണ്ടായിരുന്നു. ജനറൽ ഷിറോ ഇഷി. ആരായിരുന്നു ഇയാൾ? ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മാന്യനായ, ഉയരമുള്ള, ഗാംഭീര്യമുള്ള ഒരു ഡോക്ടർ. ക്യോട്ടോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെഡിസിന് പഠിച്ച അസാമാന്യമായ ബുദ്ധിമാൻ. പക്ഷേ ഇഷിയുടെ ബുദ്ധി നേരെയായിരുന്നില്ല സഞ്ചരിച്ചിരുന്നത്. 1925 ലോകരാജ്യങ്ങളെല്ലാം ചേർന്ന് ജനീവ പ്രോട്ടോകോൾ ഒപ്പുവെച്ചു. യുദ്ധത്തിൽ കെമിക്കൽ വെപ്പൺസും ബയോളജിക്കൽ വെപ്പൺസും ഉപയോഗിക്കാൻ പാടില്ല എന്നായിരുന്നു കരാർ. എല്ലാവരും അതനുസരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഷിറോഷി ചിന്തിച്ചത് മറ്റൊന്നാണ്. എല്ലാവരും വിലക്കുന്നുണ്ടെങ്കിൽ അതിലെന്തോ വലിയ ശക്തിയുണ്ട്, അത് നമുക്കുണ്ടാക്കണം. ജപ്പാൻ ചക്രവർത്തിക്കും സൈന്യത്തലവന്മാർക്കും മുന്നിൽ ഇഷി തന്റെ ഐഡിയ അവതരിപ്പിച്ചു. തോക്കുകളും ബോംബുകളും കൊണ്ട് യുദ്ധം ജയിക്കാൻ ചെലവേറും. എന്നാൽ അദൃശ്യരായ രോഗാണുക്കൾ ഉപയോഗിച്ചാൽ കുറഞ്ഞ ചെലവിൽ ശത്രുരാജ്യത്തെ മുഴുവൻ കൊന്നൊടുക്കാനും പറ്റും. ഇഷിയുടെ സംസാരത്തിൽ അവർ വീണു. അയാൾക്ക് ആവശ്യത്തിന് പണവും അധികാരവും അവർ നൽകി. പരീക്ഷണം ചെയ്യാൻ അവർക്ക് വേണ്ടത് എലികളെയും മുതലകളെയും അല്ലായിരുന്നു, അയാൾക്ക് വേണ്ടത് മനുഷ്യരെയായിരുന്നു. ജപ്പാനിൽ വെച്ച് ഈ പരീക്ഷണം നടത്തിയാൽ സ്വന്തം ജനത എതിർക്കും. അതുകൊണ്ട് ഇഷി തിരഞ്ഞെടുത്തത് ചൈനയിലെ ഹാർബിൻ എന്ന സ്ഥലമാണ്. അവിടെ പിങ്ക് ഫാം എന്ന ഗ്രാമത്തിൽ 6 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു ഭീമൻ കോംപ്ലക്സ് അയാൾ പണിതു. പുറത്ത് ബോർഡ് വെച്ചത് പകർച്ചവ്യാധി തടയാനുള്ള ജലശുദ്ധീകരണ പ്ലാന്റ് എന്നായിരുന്നു. ചുറ്റും വലിയ മതിലുകൾ, ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് കമ്പികൾ, ആകാശ വിമാനങ്ങൾ എപ്പോഴും നിരീക്ഷണം നടത്തുന്നു. അതിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അവിടെ ജോലി ചെയ്യുന്ന സാധാരണ പട്ടാളക്കാർക്ക് പോലും അറിയില്ലായിരുന്നു. ഉള്ളിൽ വലിയ ലബോറട്ടറികൾ, ജയിലുകൾ, മനുഷ്യ ശരീരം കത്തിച്ചു കളയാനുള്ള വലിയ ചൂളകൾ, എന്തിന് സ്വന്തമായ ഒരു എയർപോർട്ട് വരെ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് ചരിത്രത്തിൽ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം നടന്നത്. ഇവിടെ എത്തുന്ന തടവുകാരെ അവർ പേരിട്ട് വിളിച്ചിരുന്നില്ല, പകരം ഒരു നമ്പറും പിന്നെ ക്രൂരമായ കോഡ് നൽകി, മറൂട്ട. ജാപ്പനീസ് ഭാഷയിൽ അതിനർത്ഥം മരത്തടി എന്നാണ്. തീയിലിട്ട് കത്തിക്കാനുള്ള വെറും മരത്തടികൾ മാത്രം. നിങ്ങൾ എപ്പോഴെങ്കിലും സർജറിക്ക് വിധേയരായിട്ടുണ്ടോ? അനസ്തേഷ്യ തരുമ്പോൾ നമ്മൾ ഒന്നും അറിയില്ല. എന്നാൽ യൂണിറ്റ് 731 അനസ്തേഷ്യ ഒന്നും ഇല്ലായിരുന്നു. ഡോക്ടർമാർ വിശ്വസിച്ചത് മയക്കുമരുന്ന് നൽകിയ ശരീരത്തിലെ അവയവങ്ങളുടെ പ്രവർത്തനം മാറും, അത് പരീക്ഷണ ഫലത്തെ ബാധിക്കും എന്നാണ്. അതുകൊണ്ട് പൂർണ്ണ ബോധത്തോടെ വേദന കൊണ്ട് പൊളയുന്ന മനുഷ്യരെ അവർ കീറി മുറിച്ചു. ഇതിനാണ് വിവിസെക്ഷൻ എന്ന് പറയുന്നത്. ശരീരത്തിനുള്ളിൽ രോഗാണുക്കൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നേരിട്ട് കാണാൻ വേണ്ടി അവർ തടവുകാരുടെ വയറ് കീറി. ഹൃദയവും കരളും പുറത്തെടുത്ത് പരിശോധിച്ചു. പലപ്പോഴും പരീക്ഷണത്തിന് വിധേയരായവർ ടേബിളിൽ കിടന്ന് സ്വന്തം അവയവങ്ങൾ പുറത്തെടുക്കുന്നത് കണ്ടുകൊണ്ടാണ് മരിച്ചത്. കുട്ടികൾ, മുതിർന്നവർ, ഗർഭിണികൾ, ആർക്കും ഇവിടെ ഇളവില്ലായിരുന്നു. റഷ്യയോട് യുദ്ധം വന്നാൽ ജാപ്പനീസ് സൈനികർക്ക് കൊടും തണുപ്പിൽ പിടിച്ചു നിൽക്കാനാകുമോ എന്നതായിരുന്നു ഇഷിയുടെ സംശയം. അതിനുള്ള ഉത്തരം കണ്ടെത്താൻ അവർ തടവുകാരെ പുറത്തെ കൊടും തണുപ്പിൽ നിർത്തി. കൈകളും കാലുകളും വെള്ളത്തിൽ മുക്കിവെക്കും. അത് ഐസ് കട്ട പോലെ ഉറയുന്നത് വരെ കാത്തിരിക്കും. അതിനുശേഷം മരവിച്ച ഈ കൈകൾ എങ്ങനെ ശരിയാക്കാമെന്ന് അവർ നോക്കും. ചിലപ്പോൾ തിളച്ച വെള്ളത്തിൽ മുക്കും, ചിലപ്പോൾ തീ ഉപയോഗിച്ച് ചൂടാക്കും. ഒടുവിൽ മാംസം ചീഞ്ഞ എല്ലുകൾ പുറത്തു വരുമ്പോൾ ആ കൈകൾ വെട്ടിക്കളയും. പിന്നെ കാലിലായിരിക്കും പരീക്ഷണം തുടങ്ങുക. ഷിറോ ഇഷിയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം സെറാമിക് ബോംബുകളായിരുന്നു, പോർസലൈൻ ബോംബ്സ്. സാധാരണ ബോംബുകൾ പൊട്ടുമ്പോൾ ചൂട് കാരണം ഉള്ളിലെ രോഗാണുക്കൾ ചത്തുപോകും. അതുകൊണ്ട് മൺപാത്രങ്ങൾ കൊണ്ട് ബോംബുണ്ടാക്കി. അതിനുള്ളിൽ പ്ലേഗ് രോഗം ബാധിച്ച ലക്ഷക്കണക്കിന് ചെള്ളുകളെ നിറച്ചു. ഈ ബോംബുകൾ ചൈനയുടെ ഗ്രാമങ്ങൾക്ക് മുകളിൽ വർഷിച്ചു. ബോംബ് പൊട്ടുമ്പോൾ ചെള്ളുകൾ പുറത്തു വരും. അത് ഇലകളിലൂടെയും മറ്റും രോഗം പടരും. നിങ്ബോ എന്ന നഗരത്തിൽ മാത്രം ആയിരക്കണക്കിന് ആളുകളാണ് ശരീരം കറുത്തു നീലിച്ച് വേദനയോടെ മരിച്ചത്. ഇതുകൂടാതെ ഗ്രാമങ്ങളിലെ കിണറുകളിൽ ടൈഫോയിഡ്, കോളറ രോഗാണുക്കളെ പടർത്തി. വിഷം പുരട്ടിയ മിഠായികൾ കുട്ടികൾക്ക് നൽകി. ഏകദേശം 3 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിൽ സാധാരണക്കാർ ഈ ജൈവായുധ പരീക്ഷണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. മനുഷ്യ ശരീരത്തിന് എത്രത്തോളം വായുമർദ്ദം താങ്ങാൻ കഴിയും? ഇതറിയാൻ അവർ തടവുകാരെ ഒരു വാക്വം ചേംബറിലിട്ടു. ഉള്ളിലെ വായു പമ്പ് ചെയ്ത് കളഞ്ഞു. പുറത്തെ മർദ്ദം കുറയുമ്പോൾ ശരീരത്തിന്റെ ഉള്ളിലെ മർദ്ദം കാരണം കണ്ണ് പുറത്തു വരുന്നതും കുടൽമാല പുറത്തേക്ക് ചാടുന്നതും നോക്കി അവർ സമയം കുറിച്ചെടുത്തു. 1945 കാര്യങ്ങൾ മാറി മറിഞ്ഞു. സോവിയറ്റ് യൂണിയൻ ജപ്പാനെ ആക്രമിക്കാൻ തുടങ്ങി. തങ്ങൾ പിടിക്കപ്പെടുമെന്ന് ഷിറോഷിക്ക് മനസ്സിലായി.
അയാൾ ഒരു ഉത്തരവിട്ടു, എല്ലാ തെളിവുകളും നശിപ്പിക്കുക. യൂണിറ്റ് 731 ബോംബ് വെച്ച് തകർത്തു. അവിടെ ബാക്കിയുണ്ടായിരുന്ന നൂറുകണക്കിന് തടവുകാരെ സൈനികർ വെടിവെച്ചു കൊന്നു. ഷിറോയിഷിയും സംഘവും ഒരു പ്രത്യേക ട്രെയിനിൽ ജപ്പാനിലേക്ക് രക്ഷപ്പെട്ടു. അവർ കരുതിയതെല്ലാം അവസാനിച്ചു എന്നാണ്. പക്ഷെ അമേരിക്കൻ സൈന്യം ജപ്പാനിൽ എത്തിയിരുന്നു. ഇവിടെയാണ് ചരിത്രത്തിൽ ഏറ്റവും വലിയ ചതി നടന്നത്. യുദ്ധം കഴിഞ്ഞ് വിചാരണ നടക്കുമ്പോൾ നാസി ഡോക്ടർമാരെല്ലാം തൂക്കിലേറ്റപ്പെട്ടു. എന്നാൽ ഷിറോയിഷിയും സംഘത്തെയും അമേരിക്കൻ സൈന്യം രഹസ്യമായി ചോദ്യം ചെയ്തു. ഇഷി അമേരിക്കയുടെ ഒരു ഡീല് പറഞ്ഞു, ഞങ്ങളെ വെറുതെ വിട്ടാൽ 20 വർഷം കൊണ്ട് ഞങ്ങൾ നടത്തിയ മനുഷ്യരത്തിൽ എല്ലാ പരീക്ഷണത്തിൻ്റെ ഡാറ്റയും നിങ്ങൾക്ക് തരാം. അമേരിക്കയ്ക്ക് സ്വന്തമായി ഇത് ചെയ്യണമെങ്കിൽ വർഷങ്ങളും കോടികളും ചെലവാകും. ഞങ്ങളുടെ കയ്യിൽ റെഡിമെയ്ഡ് ഡാറ്റയുണ്ട്. അമേരിക്കൻ ജനറൽ ഡഗ്ലസ് മക് ആർത്തർ ആ ഡീല് സമ്മതിച്ചു. റഷ്യക്കെതിരെ ഭാവിയിൽ ജൈവായുധം ഉണ്ടാക്കാൻ ഈ വിവരങ്ങൾ അമേരിക്കയ്ക്ക് ആവശ്യമായിരുന്നു. അങ്ങനെ ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിയ ആ ചെകുത്താന്മാർക്ക് അമേരിക്ക ഇമ്മ്യൂണിറ്റി നൽകി. അവർക്ക് ശിക്ഷ കിട്ടിയില്ല എന്ന് മാത്രമല്ല, പിൽക്കാലത്ത് വലിയ ഡോക്ടർമാരായും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഉടമകളായും അവർ ജീവിച്ചു. വർഷങ്ങളോളം അമേരിക്കയും ജപ്പാനും ഈ സത്യം ലോകത്തിൽ നിന്നും മറച്ചുവെച്ചു. 1980കളിൽ മാത്രമാണ് ഇതിന്റെ വിവരങ്ങൾ പുറത്തു വന്നത്. ഇന്ന് ചൈനയിൽ ആ പഴയ ഫാക്ടറിയുടെ സ്ഥാനത്ത് ഒരു മ്യൂസിയം ഉണ്ട്. അവിടെ ചെന്നാൽ ആത്മാവില്ലാത്ത മനുഷ്യർ ചെയ്ത ക്രൂരതയുടെ മുഖങ്ങൾ അവിടെ കാണാൻ സാധിക്കും. യൂണിറ്റ് 731 നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ്? ശാസ്ത്രം മനുഷ്യത്വത്തിന് വേണ്ടിയാകണം. മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം കൈ കിട്ടുന്ന ആയുധത്തെക്കാൾ അപകടകരമാണ്. യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി മനുഷ്യർ എത്ര താഴേക്ക് പതിക്കുമെന്നതിന്റെ ഉദാഹരണമാണിത്. ഇനി ഒരിക്കലും ചരിത്രം ഇത് ആവർത്തിക്കാൻ പാടില്ല. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയമായി നമുക്ക് ഇനിയും കാണാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ അബൈ, സൈനിങ് ഓഫ്.